KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമുക്ക് കാണുന്നത്? നല്ല കാര്യമാണ്. ഞങ്ങള് എല്ലാ പെൺകുട്ടികളും കൂടി KSRTC ബസ്സിൽ ഞങ്ങളെല്ലാ പെൺകുട്ടികളും ചേർന്നിട്ടാ. മനസ്സിലായില്ല? നിങ്ങൾ റഫറി ആയിട്ട് മുന്നിൽ നിൽക്കോ അതോ പിന്നിൽ നിൽക്കോ അതോ കാണിയായിട്ട് മാറി നിൽക്കോ? എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കാണിയായി മാറി നിൽക്കേണ്ടി വരും. കാരണം നിങ്ങളൊരു പുരുഷനാണ്. ഞങ്ങൾ സ്ത്രീകൾ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ? എന്നാൽ ഇവർ പറഞ്ഞ ഈ വാക്കുകൾ മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക. അതിനുശേഷം ഹെലന സ്പോർട്ട് ഇവർക്ക് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളും പറയാൻ ആഗ്രഹിച്ച ഒരു മറുപടി. ആദ്യം ഇത് മുഴുവൻ ഒന്ന് കേൾക്കുക കേട്ടോ. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര പറയുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമുക്ക് കാണുന്നത്? നല്ല കാര്യമാണ്. ഞങ്ങള് എല്ലാ പെൺകുട്ടികളും കൂടി KSRTC ബസ്സിൽ ഒരു ദീർഘ വിനോദയാത്ര നടത്തിയാലോ എന്ന് എനിക്ക് കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ജാസിക്ക് സൗജന്യ യാത്ര കിട്ടുമില്ലെന്ന്. അഫ്കോഴ്സ് ഞാനൊരു ട്രാൻസ്വുമൺ ആണ്. പെൺകുട്ടികൾക്ക് ഒരു സൗജന്യ യാത്ര അവര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഞങ്ങൾക്കും യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ചോദിച്ചു വാങ്ങും ഞങ്ങൾ ആ സീറ്റ്. ഞങ്ങൾക്കുള്ള യാത്ര ചെയ്യാനുള്ള സീറ്റ് ഞങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യും. ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സൗജന്യ യാത്ര എന്നല്ല. അത് ആദ്യം മനസ്സിലാക്കാം. ട്രാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് കേറിയല്ലേ? ട്രാൻസ്പോർട്ടാണ്, അല്ലാതെ ട്രാൻസ്ജെൻഡർ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്ത്രീകൾക്ക് കിട്ടുന്ന സംവരണവും സ്ത്രീകൾക്ക് കിട്ടുന്ന അവകാശങ്ങളും എങ്ങനെ ഒരു ട്രാൻസിന് കിട്ടുന്നത്? അതും പരിപൂർണമായിട്ടുള്ള ട്രാൻസ് ആയിട്ട് മാറിയിട്ട് പോലുമില്ല. ഇനിയും ബോട്ടം സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലേ? ഇപ്പൊ നിലവിലുള്ള ആക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ പെട്ടെന്ന് എന്റെ സത്തു മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് വേഷം കെട്ടി നടന്നാലൊക്കെ 8ന്റെ പണി കിട്ടും. സ്ത്രീകൾക്ക് കിട്ടുന്ന സംവരണം അത് സ്ത്രീകൾക്കുള്ളതാണ്, ട്രാൻസിനുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കുക. വലിയൊരു അപകടത്തെ കുറിച്ചിട്ടാണ് ഇപ്പൊ ജാസി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അങ്ങ് കയറിയിരിക്കും എന്നല്ലേ അർത്ഥം. ഇനി ബസ്സിൽ അങ്ങനെ ഒരു വഴക്കും കൂടി ഉണ്ടാവുമോ? എന്ത് വാടേ ഇത്? ഹെലനോസ് പാർട്ട് ഇതിന് മറുപടി കൊടുക്കുന്നത് കേൾക്കാം. ശബ്ദത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ചെറിയ ഒരു ജലദോഷം. നിങ്ങൾക്ക് യൂട്രസ് ഉണ്ട്, നിങ്ങൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ടോ, നിങ്ങൾക്ക് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പറ്റുമെന്നും ഞാൻ പറയുന്നില്ല. കാരണം യൂട്രസ് ഉള്ള അല്ലെങ്കിൽ ജന്മന നമ്മൾ ജനിക്കുമ്പോൾ തന്നെ സ്ത്രീകളായിട്ട് ജനിച്ച എത്രയോ ആൾക്കാർക്ക് റെഗുലർലി പീരിയഡ്സ് ആവാറില്ല. അവരെ കൊണ്ട് ചിലപ്പം ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാരണം അമ്മയാവാൻ പറ്റാത്ത എത്രയോ സ്ത്രീകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്രസ് ഉണ്ടോ നിങ്ങൾക്ക്? പോട്ടെ, ജാസിന്റെ കേസായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആകെ കെട്ടിവെച്ച ഒരു 2 സിലിക്കോൺ ബ്രസ്റ്റ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ഡൗൺ സർജറി കഴിഞ്ഞതാണോ? അല്ല, ഡൗൺ സർജറി ഇനി കഴിഞ്ഞു തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീ ആവുന്നത്? അതെ, ഞങ്ങൾക്ക് തന്നെ ചോദിക്കാനുള്ളത്. സ്ത്രീകളുടെ സംവരണ സീറ്റ് സ്ത്രീകൾ യാത്ര ചെയ്യട്ടെ. അല്ലാതെ ട്രാൻസ് ആയ നിങ്ങൾ എന്തിനത് എടുത്തു പറയുന്നു? കുറെ ദിവസങ്ങളായില്ല, കുറെ കാലങ്ങളായി പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വീഡിയോസും ഞാൻ കണ്ടു എന്നുള്ളതാ. എടാ, ഇവരെ രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് ഓരോ കടകൾ ഉദ്ഘാടനം ചെയ്യിക്കുന്നടാ. എന്താല്ലേ ഈ ലോകം എത്ര അധപ്പതിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഇതൊക്കെ കണ്ട് ഇവിടെയുള്ള ജനറേഷൻ, ഈ പുതിയ തലമുറ ഒരു തെറ്റായ ദിശയിലേക്ക് പോകാനൊരു വഴിയൊരുക്കല്ലേ ഇവർ ചെയ്യുന്നത്. സ്വവർഗ അനുരാഗം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിൽ ഇപ്പൊ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരെ രണ്ടുപേരെ വിളിച്ചു വരുത്തിക്കൊണ്ടൊക്കെ ഓരോ കടകളുടെ ഉദ്ഘാടനം നടത്തുന്നു. ഇതൊക്കെ കാണുന്ന കുട്ടികൾ ചിലപ്പോൾ ചോദിക്കും, ഇത് ആരാ, ഇതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീട്ടുകാരതിന് കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? ജാസി അതൊരാണാ, ഇപ്പൊ പെണ്ണായതാ. കുട്ടികളിൽ കൗതുകം ഉണ്ടാവും. ഇത് കണ്ട് അവന്റെ കൂടെയുള്ള ആളുകാരാ, അത് ആഷി, അവര് ഭയങ്കര പ്രണയമാ. ഇത് കണ്ട് വീണ്ടും പ്രചോദനമാവുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ 2 ദിവസം മുമ്പ് ഞാൻ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസിയുടെ ഒരു വീഡിയോ കണ്ടു. ആ സമയത്ത് എന്റെ തൊട്ടടുത്തിരുന്നിരുന്നത് എന്റെ അനുജത്തിന്റെ മകളാണ്. അവളിനോട് ചോദിച്ചു, മാമ ഇവരെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, ഇവരെ താടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള നടന്നിരുന്നത്, ഇപ്പൊ എന്തായാലും നാടകത്തിൽ എന്തെങ്കിലും അഭിനയിക്കാൻ പോകുന്നതാണെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ സിനിമയിൽ എന്താ സ്ത്രീവേഷം കെട്ടുകയാണെന്ന് ചോദിക്കുന്നത്. അത്രക്ക് എന്താ ഞാൻ പറഞ്ഞു കൊടുക്കുക? ഞാനത് അപ്പൊ തന്നെ എന്നോ അല്ല സിനിമയിലെ സീരിയലിൽ അഭിനയിക്കാവൂന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടരുത്. അത് വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നാളെ ഇതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുകയും ചിലപ്പോൾ അവരൊക്കെ വേറെ ദിശയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഞ്ചത്തടിച്ച് കരയേണ്ടി വരും. അതുകൊണ്ടാ. ബാക്കി പറ. ബാക്കി ആർക്കും ഈ പ്രശ്നമില്ല കേട്ടോ. ഇവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട വേറെ ആർക്കും ഞങ്ങൾ സ്ത്രീയാക്കണം, സ്ത്രീയായിട്ട് പരിഗണിക്കണം, സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാം ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആർക്കും പ്രശ്നം. ഇവർക്ക് മാത്രമാണ് എല്ലായിടത്തും ഞാനൊരു സ്ത്രീ സ്ത്രീ സ്ത്രീ. എന്ത് സ്ത്രീ? എങ്ങനെ സ്ത്രീ? നിങ്ങൾക്കെങ്കിലും ഇത് ചോദിക്കാൻ തോന്നിയല്ലോ. ഇതിനെ വെറുതെ ആളുകൾ ഇങ്ങനെ പൊക്കി നടക്കുന്നുണ്ട്, എന്തുണ്ടാക്കിയാന്ന് മനസ്സിലാവുന്നില്ല. മേക്കപ്പ് ചെയ്തിട്ട് ആ ഒരു പുരുഷ രൂപത്തെ സ്ത്രീ രൂപമാക്കാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ടറിയോ? എത്ര കോട്ട് പെയിന്റ് അടിച്ചിട്ടാണ് അതൊന്ന് മാറ്റിയെടുക്കുന്നത്. ചില റീലൊക്കെ കാണുമ്പോൾ അല്ല പുട്ടിയുടെ പരസ്യമാണെന്ന് തോന്നുന്നു.
ചില വീഡിയോ കാണുമ്പോഴാ കോമഡി. ഈ അണ്ണൻ ലോറി ഇല്ലേ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ പഴക്കൊലയായിട്ട് വരുന്ന ലോറി അണ്ണൻ ലോറി എന്നാ വിളിക്കുക, പാണ്ടി ലോറി. ഈ പാണ്ടി ലോറി കണക്കാണ് വേഷഭൂഷാദികൾ എന്നുള്ളതാണ്. കണ്ട അത് തന്നെ വിചാരിക്കുക. നിങ്ങളൊന്ന് അതൊന്നും എനിക്ക് കാണണം. നിങ്ങൾക്ക് ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടുന്നത് നിങ്ങൾ സമരം ചെയ്തിട്ടായാലും ശരി, സത്യാഗ്രഹം കിടന്നിട്ടായാലും ശരി, സ്ത്രീകൾക്കായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ആനുകൂല്യം നിങ്ങൾ ഇപ്പം ഡൗൺ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ട്രാൻസ് വുമൺ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള നിങ്ങൾക്ക് സ്ത്രീകൾക്കുള്ള ആനുകൂല്യം കിട്ടുന്നത് എനിക്കൊന്ന് കാണണം. വെല്ലുവിളിയാണത്, എന്റെ വെല്ലുവിളിയാണത്. എന്നാ പിന്നെ നമ്മൾക്ക് വെറുതെയാണോ? സ്ത്രീകൾ വെറുതെയാണോ? അപ്പോ സ്ത്രീയാണത്ര സ്ത്രീ. ബാക്കിയുള്ള എനിക്ക് ഈ കമ്മ്യൂണിറ്റി പെട്ട ഏകദേശം ആൾക്കാരും അവർ പറയുന്നത് ഞങ്ങൾ ട്രാൻസ് വുമൺ ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരായിട്ടോ അങ്ങനെ പരിഗണിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാത്രം അങ്ങനെ പറ്റില്ല. നിങ്ങൾ മാത്രം പൂർണ്ണതയുള്ള സ്ത്രീ ആയിട്ട് നിങ്ങൾ എല്ലാവരും പരിഗണിക്കണം. അതെന്താണ് ഒരു നീട്ടം? സത്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളെങ്കിലും പ്രതികരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെ വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവിടെ നമ്മളെ മക്കളൊക്കെ ആ രീതിയിലേക്ക് ആവുമ്പോഴാണ് നമ്മളതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട്, അതായത് അടുത്ത ജന്മത്തിൽ എനിക്ക് പൂർണ്ണമായിട്ട് ഒരാണായിട്ട് ജനിച്ചാൽ മതി. അതൊന്നും കൂടാതെ പറഞ്ഞ മറ്റൊരു വാക്കുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളത്. എന്നിട്ടാണ് ആശ്രയ അവിടെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്തായാലും ചക്കിക്കൊത്ത ചങ്കരൻ തന്നെയാണ്. രണ്ടിനെയും ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഒരാൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു കമന്റ് ബോക്സിൽ. അതാണ് ഏറ്റവും വലിയ കോമഡി. എന്നിട്ട് ഇവരെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചിട്ട് ഈ നാടിന് തെറ്റായിട്ടുള്ള പല സന്ദേശങ്ങളും നൽകുന്നു. ഇപ്പൊ ഇത്തരം വീഡിയോസ് കണ്ടിട്ട് കുറെ എണ്ണം നടക്കുന്നുണ്ട്. ഇപ്പോ IFK ഒക്കെ ഇല്ലേ, IFK ഫിലിം ഫെസ്റ്റിവലുമായിട്ട് ഇവർക്ക് ഒരു ബന്ധമില്ല. പക്ഷെ അന്ന് കാണാൻ ഓരോ വേഷഭൂഷാദികളൊക്കെ ഇട്ടിട്ട് കുറെ എണ്ണം വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. എന്തുണ്ടൊക്കെയാണെന്നൊരു പിടുത്തമില്ല. എന്തായാലും 2026 ട്രാൻസ്ജെൻഡർ ആക്ട് നടപ്പിലാക്കുന്നുണ്ടല്ലോ, അത് കൃത്യമായി നടപ്പിലാക്കണം. UDF അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് അതിനൊരു പണിയും കൊടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊക്കെ കണ്ട് കുട്ടികൾ അനുകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. ഇനി UDF പറഞ്ഞ ആ ഒരു വാഗ്ദാനം, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വാർത്തയും കൂടി കാണാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വനിതകൾക്ക് സൗജന്യ ബസ് യാത്രയെന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു KSRTC. പ്രതിദിന വനിതാ യാത്രക്കാരുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. കോർപ്പറേഷൻ MDയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നാളെ മുതൽ KSRTC ബസ്സുകളിൽ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനം പ്രാബല്യത്തിൽ വരും. ടിക്കറ്റ് നൽകുമ്പോൾ യാത്രക്കാരൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ETM മെഷീനിൽ രേഖപ്പെടുത്താൻ കണ്ടക്ടർമാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. UDF സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടപ്പിലാക്കുന്നതിലൂടെ കോർപ്പറേഷൻ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കണക്കാക്കാനാണ് ഈ വിവരശേഖരണം ലക്ഷ്യമിടുന്നത്. 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്തയാണ്. അതായത് ട്രയൽ യാത്രകൾ അവർ തുടങ്ങി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേ തന്നെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞതായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ചെറിയ ഒരു വിശദാംശം തരാം. എന്താണ് KSRTCക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ നഷ്ടം വരാൻ പോകുന്നത്, ലാഭം വരാൻ പോകുന്നത് എന്നുള്ളത്. അതായത് KSRTCയുടെ ശരാശരി പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 7 കോടി മുതൽ 8.5 കോടി വരെയാണ്. ഇതിൽ ആകെ യാത്രക്കാരിൽ 40 മുതൽ 45% വരെ സ്ത്രീകളാണ്. ഏകദേശ കണക്കാണ് പറഞ്ഞത് കേട്ടോ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകിയാൽ പ്രതിദിനം ഏകദേശം 3 കോടി മുതൽ 3.5 കോടി രൂപ വരെ വരുമാനത്തിൽ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പ്രതിമാസം ഏകദേശം 90 കോടി രൂപ മുതൽ 100 കോടി രൂപ വരെയാണ് സർക്കാരിന് അധിക ബാധ്യത വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കേൾക്കുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയിട്ട് എന്തിനാ സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ, തമിഴ്നാട്ടിൽ ഓൾറെഡി നടക്കുന്ന ഒരു കാര്യം, കർണാടകയിൽ UDF നടപ്പിലാക്കിയിട്ട് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നടത്തിയ ഒരു കാര്യം, അങ്ങനെ പലയിടങ്ങളിലും കൃത്യമായി, ഡൽഹിയിൽ മാത്രമല്ല പലയിടങ്ങളിലും ഈ ഒരു കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നടക്കില്ല? എന്തുകൊണ്ട് കേരളത്തിന് മാറ്റി വെക്കണം? മറ്റുള്ള സംസ്ഥാനങ്ങൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഇവിടെ ചെയ്യുന്നത് നല്ലതല്ലേ? ഇത്തരം സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു കാര്യം വരുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ത്രീകൾ പ്രൈവറ്റ് ബസ്സുകളിൽ കയറുന്നത് കുറയും, KSRTC ബസ്സുകളിലുള്ള എണ്ണം കൂടും, അതിനനുസരിച്ച് ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ കൂടും, ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, അവർ നഷ്ടത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സർക്കാർ പൂർണ്ണമായിട്ട് സൗജന്യമാക്കുമ്പോൾ ഇപ്പുറത്തും മറ്റുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പോംവഴികൾ കണ്ടെത്തണം, സമ്പത്ത് ഉണ്ടാക്കാൻ, വരുമാനം ഉണ്ടാക്കാൻ. ചിലവ് കൂടുതലായിരിക്കും. അപ്പൊ വരുമാനം ഉണ്ടാക്കാൻ സർക്കാർ പുതിയ മാർഗങ്ങൾ തേടുക തന്നെ ചെയ്യും.
ഇപ്പോ UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മോഡിഫിക്കേഷനൊക്കെ വണ്ടിക്ക് ചെയ്യാമെന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം അപകടകരമായ രീതിയിലുള്ള ഈ മോഡിഫിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ബൾബുകൾ ഫിറ്റ് ചെയ്യുന്നത്, ചില LED ബൾബുകൾ ഫിറ്റ് ചെയ്യുന്നത്, കണ്ണിലേക്ക് അടിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകൾ, ഇതൊന്നും മോഡിഫിക്കേഷൻ ചെയ്താൽ അനുവദിക്കുന്ന കാര്യമല്ല. സ്റ്റിക്കർ വർക്ക് ചിലപ്പോൾ ചെയ്യാൻ സമ്മതിച്ചേക്കാം, അതൊന്നും അപകടകരമായ കാര്യങ്ങളല്ലല്ലോ. പക്ഷേ ഇവിടെ ബൈക്കുകൾ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കി നിരത്തിലൂടെ ഓടുന്നുണ്ട്, എക്സ്ട്രാ ബൾബുകൾ വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പിന്നെ UDF സർക്കാരിനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നിലവിൽ ഇപ്പോൾ വരുന്ന വാഹനങ്ങൾക്ക് ഇൻബിൽട്ട് ആയിട്ട് വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്. ഇത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് കണ്ണ് കാണാതെ അപകടം ഉണ്ടാവുന്ന സാധ്യത ഒരുപാടുണ്ട്. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് പഴയ രീതിയിൽ ആ യെല്ലോ ലൈറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും, അപകടം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളെയും കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് രാത്രി ലൈറ്റ് പൊക്കി വെക്കും, രാവിലെ ആയി കഴിഞ്ഞാൽ അത് ഡിമ്മാക്കുന്നുള്ള ബോധം പോലും ഇല്ലാതെ പകലും അതേ വെച്ച് ഓടുന്നുള്ളതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രായമായ കുറച്ച് ആളുകളും പിന്നെ കുറച്ച് ഈ വാഹനവുമായി ബന്ധപ്പെട്ട് വലിയ അറിവില്ലാത്ത സ്ത്രീകളാണെന്നുള്ളത്. ആരും കുറ്റപ്പെടുത്തില്ല, നിങ്ങളുടെ ഈ ഒരു അശ്രദ്ധ മൂലം ഒരുപാട് ആളുകൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മാത്രം പറഞ്ഞുള്ളൂ. അപ്പോ ജാസിക്ക് കിട്ടിയ ആ ഒരു മറുപടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളൊക്കെ പറയാൻ ആഗ്രഹിച്ചത് തന്നെ അല്ലേ ഹെലൻ സ്പാർട്ട പറഞ്ഞിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ കൂടെ കൂടാം. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.